നമസ്കാരം. ഇതുവരെ ആരും ഉണ്ടാക്കാനിടയില്ലാത്ത ഒരു പുതിയ പലഹാരവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തിയിരിക്കുന്നത്. ദോശമാവും മൈദയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ദോശമുട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് മൈദാമാവ് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അധികം വന്ന ദോശമാവിൽ മൈദ ചേർത്ത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ കൂടി ഇത് പരിചയപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുണ്ടാക്കാം. നന്നായി ഇളക്കി മാവിനുള്ളിലുള്ള എയർ എല്ലാം പുറത്തു പോകണം. കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ കുമള പോലെ വന്ന് പൊട്ടുന്നത് കണ്ടോ? അത് അതിനുള്ളിലുള്ള എയർ എല്ലാം പുറത്തേക്ക് പോകുക. ഇങ്ങനെ എയർ എല്ലാം പുറത്തു പോയി കഴിയുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആവുന്നത്. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് വറക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 200 മില്ലി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ മാവെടുത്ത് ചരിച്ചൊഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ദോശമുട്ടയ്ക്ക് മുട്ടയുടെ ഷേപ്പാണ്. സ്പൂൺ ചരിച്ചൊഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുട്ടയുടെ ഷേപ്പ് കിട്ടുകയുള്ളൂ. മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് മുട്ട ഷേപ്പിൽ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള കുഞ്ഞു ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുകയുള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വറുത്തെടുക്കാം. ഞാനിവിടെ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം. കണ്ടോ, ഇത് മുട്ടയുടെ അതേ ഷേപ്പിലാണ് പൊങ്ങി വരുന്നത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. എത്ര ആഹാരം കഴിക്കാത്ത കുട്ടിയും ഇത് ഇഷ്ടത്തോടു കൂടി കഴിക്കും. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മധുരം കൂട്ടുകയും ചെയ്യാം. ഇത് കഴിച്ചാലും മതി വരില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയോ സോസോ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇത് സ്ഥിരം ഉണ്ടാക്കും. നമ്മുടെ ദോശമുട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുക്കാം.